വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ ട്രെയിനിലാണ് പോണത്. 5:30 5:50 ട്രെയിന് എടുക്കുന്നത്. അതെ, അപ്പോൾ എന്തായാലും എന്താണ് വീഡിയോ എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. സർപ്രൈസ്. അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്യാനായിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ലഭിച്ചു. അത് നമുക്ക് എറണാകുളത്ത് എത്തിയിട്ട് കാണാം. അങ്ങനെ ഗായ്സ് നമ്മളിതവിടെ എറണാകുളത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെ ഗായ്സ് ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ഫസ്റ്റിൽ എങ്ങോട്ടാ? ആദ്യം ഞങ്ങൾ ജങ്കാറിൽ കയറാനായിട്ടാണ് പോണത്. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ജങ്കാറിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് കടന്ന് ആദ്യം പോണത് ജൂതപ്പള്ളി. അതെ, ജൂതപ്പള്ളിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ജൂതപ്പള്ളിയാണ്. വെയിലാണ് ഗൈസ്. അല്ലാതെ ഇവിടെ ഇടാനാണ് വരുന്നത്. വന്നേ നമ്മളിപ്പോൾ എവിടെയാണ് വെച്ചോ പറഞ്ഞെടുത്ത്. അതെ, മണ്ടന്മാർ ലണ്ടനിൽ എത്തിക്കുന്നു ഗൈസ്. അതെ ഗൈസ്, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ജൂതന്മാരുടെ ആ ഒരു ചർച്ച് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര വെയിലാണ്. നമുക്ക് കണ്ണു തുറക്കാൻ പറ്റും. ഒരുപാട് കുഞ്ഞു ഷോപ്പുകളുണ്ട്. അപ്പോൾ പോലത്തെ ഒരു മാഗ്നറ്റിൻ്റെ ഞാൻ കണക്ക് മേടിച്ചിട്ട് പറഞ്ഞതാണ്. അത് ഞാൻ സൂക്കിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നൈസായിട്ടുണ്ട്. അല്ല പക്ഷേ നോക്ക്. ആ, കോളേജിലെ ഡിഗ്രി മറ്റേ സംഭവമല്ലേ അല്ലേ? ഏത് സംഭവം? പ്രഷർ നോക്കിയിട്ട് ടൈം. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യണം. ഡാഡി ബ്രേസ്ലെറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നെക്സ്റ്റ് ജൂതപ്പള്ളിയിലേക്കാണ്. നമ്മളെവിടെ എത്തി? ജൂതപ്പള്ളി എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പോൾ അവിടെ ജൂതപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. പണ്ട് കാലത്തെ ഒരു പഴമയാണ് അല്ലേ? നല്ലൊരു ആംബിയൻസോട് കൂടി ഇപ്പോഴും അവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെന്താ, മറ്റേ പ്രഭാഷണം ഇതവര് പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് പള്ളിയിൽ അച്ഛനൊക്കെ നിൽക്കണ്ടാന്ന് തോന്നുന്നുണ്ട്. അറിഞ്ഞൂടാ. പണ്ടൊക്കെ പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട്, ഒരുപാട് വർഷങ്ങൾ. നല്ല ഇപ്പോഴെന്തൊരു ഇതിലല്ലേ, പുതിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. ഞങ്ങളിവിടുന്ന് ഇതാ മടങ്ങി. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയോ? നമ്മൾ ബിഗ് ബി ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ്റെ ആ ഒരു സ്ഥലത്താണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ജൂതപ്പള്ളി കണ്ടിട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. കുറേ നല്ല വെയിലത്ത് ഞങ്ങൾ നടന്ന് നല്ല വെയിലുണ്ട്. ഇത് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ.
നീ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങണ്ടാ? ഞങ്ങൾ റമദ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇന്നത്തെ സ്റ്റേ. അങ്ങനെ ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാ റിസോർട്ട് എന്ന് വെച്ചാൽ റമദ റിസോർട്ടാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ റമദയിലേക്ക് കയറാം. ഓക്കെ, ഞാൻ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഞങ്ങൾ ഒരുപാട് ആഗ്രഹമുള്ള ഒരാഗ്രഹമാണ് കേട്ടോ ഈ റമദ റിസോർട്ടിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളത്. അതെ, അപ്പം ഞങ്ങൾ ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് അവിടെ സ്റ്റേ ചെയ്യാനുള്ളതിൽ. അങ്ങനെ ഞങ്ങളിതാ അകത്തേക്ക് കയറാൻ പോകുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളിത് അവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, ഞങ്ങളെ റൂം ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുന്ന് തന്നിട്ടുണ്ട്. ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെ, ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. അതെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഏറ്റവും കൂടുതൽ വൈബ് എന്താ അറിയോ, ഇവിടുത്തെ നാച്ചുറാലിറ്റി, ഗ്രീനറി സമ്മതിച്ചു കൊടുക്കണം. അടിപൊളി ആ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നല്ല രസത്തിൽ എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ടാണ് ഓരോ കാര്യങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. നമ്മളെ റൂമിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. നമുക്ക് അടിയിലോട്ട് വന്നിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസും അതുപോലെ ജിം ഏരിയ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ നടന്നതിന് ആ നേരെ കാണുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. അതൊക്കെ ഞങ്ങൾ വഴിയെ കാണിച്ചു തരാവേ. അയ്യോ, ഈ ഭാഗങ്ങളൊക്കെ എന്തൊരു രസമറിയോ കാണാൻ. എനിക്ക് ഹർഷനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഭാഗത്ത് കൂടെ ഒക്കെ നടക്കുമ്പോഴേ. അങ്ങനെ നടന്ന് അവസാനം നമ്മുടെ റൂമിലോട്ടുള്ള സ്റ്റെയർ കേസ് വന്നെത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കയറട്ടെ. അപ്പോൾ ഇതാ ഇതിന് മുകളിലാണ് നമ്മൾ റൂം. പിന്നെ റൂമൊക്കെ കാണിച്ചു തരാം. അടിപൊളി റിസോർട്ടാണ്. ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്ര മനോഹരമാണ് വ്യൂ ആണ്. എന്തായാലും നമുക്ക് ഇനി അകത്തേക്ക് കയറാം. അങ്ങനെ ഇതാ ഞങ്ങൾ ലഗേജ് ഒക്കെ അവരിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. റൂമിന്റെ വ്യൂ കാണിച്ചു തരാം. വാ സന, റൂമിന്റെ വ്യൂ കാണിച്ചു തരാം.
അടിപൊളി വ്യൂ ആണ്. ചുറ്റിനുണ്ട് അല്ലേ പൂള്. ഇതുണ്ട് ഞങ്ങളുടെ കോട്ടേജ്. ഇവിടെ നല്ല വെയിലാണ്. കാര്യമില്ല. അപ്പൊ നൈറ്റ് വന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ 2 ചെയറൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ട് നമുക്കിവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം. ഇങ്ങനെ കണ്ടിട്ട് അടിപൊളി എന്ന് പറഞ്ഞാല് നമ്മള് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും അടിപൊളി. കസിൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഫോർമൽ ആയിട്ടുള്ള ബെഡ്, ഡബിൾ കോട്ട് ഇതുണ്ട്. പിന്നെ ഇതൊരു ഇതിൽ നമുക്കൊരു ഡബിൾ കോട്ടിൻ്റെ ഒരു ബെഡ് വരുന്നുണ്ട്. ഡബിൾ കോട്ട്. പിന്നെ ഇതേപോലെ നേരത്തെ പോലുള്ളതാ ഇവിടെ അവിടെ കണ്ടപ്പോൾ 2 ചെയറും ഇട്ടുണ്ട്. പിന്നെ നമ്മുടെ ലഗേജ് ഒക്കെ വയ്ക്കാനായിട്ടുള്ളത്. അതുപോലെ ടി വി ഉണ്ട്. TV ഇവിടെ ഒരു മിററുണ്ട്. ആ മിററൊന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ അതിൽ ഇതാ ഒരു മിററും ഉണ്ട്. ഞങ്ങളത് കറുത്തിരുണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഗൈസ്. പിന്നെ ഇതാ കെറ്റില്, ചായ കെറ്റില്. പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ ടീ കെറ്റില്. പിന്നെ ഇതാ ടീ കെറ്റിലുണ്ട്. കോഫി, ടീ ഏതാണോ വേണ്ടതൊക്കെ ഉണ്ട്. ഷുഗർ, പിന്നെ ബ്രൗൺ ഷുഗർ എല്ലാം ഉണ്ട്. പിന്നെ ലേസ് സംഭവങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. അത് കൂടാതെ ഫ്രീസറൊന്നും കൂടാതെ എന്തുണ്ട്, നമുക്കൊരു ഫ്രീസറുണ്ട്. ചെറിയൊരു സ്പേസ്. പിന്നെ ഞങ്ങളെ ബാഗ് ഇതവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് ബാത്റൂമാണ്. ഞങ്ങൾ 2 പേരും ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈവനിങ് ടൈമാണ്. എല്ലാവരും ഇറങ്ങി തുടങ്ങി. എല്ലാവരും സ്കൂളിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ കിടന്ന് ഉറങ്ങി ഞങ്ങള്. അതെ, കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഇപ്പോൾ ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഞങ്ങൾ സ്കൂളിലേക്ക് അറുമാദിക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ കുറേ നേരം കിടന്നുറങ്ങി. അതാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ടുള്ളത്. കുറച്ചേരം ഉറങ്ങിയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ട്രെയിനിലൊക്കെ യാത്ര പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല വെയിലത്തല്ലേ. കിടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഒന്ന് ഉറങ്ങി എണീറ്റു. ഇനി സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ കുളിക്കാൻ പോകണം. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബൈ ദ ബൈ. അപ്പോൾ ഇനി നമുക്ക് എന്താ പൂള് കാണാം അല്ലേ. അങ്ങനെ നമ്മൾ പൂളിലേക്ക് ഇറങ്ങുകയാണ്. റെസ്റ്റോറൻറ്റിൽ നടക്കുന്നത്.
ഇങ്ങോട്ട് ഒഴുകണം. അതാണ് നമ്മളെ റൂം, നമ്മളെ കോട്ടേജ് അല്ലേ. ചെറുതായിട്ട് ആകുന്നുണ്ട്. ചുറ്റിനെയാണ് ഈ പൂള് ഇങ്ങനെ കിടക്കുന്നത്. ചുറ്റിനായിട്ട് പൂളാണ്. ഇതിൻ്റെ അതായത് ഇത് കായലിൻ്റെ സൈഡിലായിട്ടാണ് റിസോർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് ഇവിടെ. ഇവിടെ ഈ ചേർന്നത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് നല്ല രസമായിട്ടാണ്, നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. നേരത്തെ പറഞ്ഞിരുന്നില്ല ഇവിടെ എന്തോ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ ഇത് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ചെറിയ എന്താ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇതാണ് രാത്രിക്കലത്തെ വൈബ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. ന്യൂ ഇയർ ടൈമിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ പുറത്ത് നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടത്. നിങ്ങൾ കണ്ടോ? നല്ല രസമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാനേ എനിക്ക് വാച്ച്മാനോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ പോയിട്ട് അങ്ങനെ പിന്നെ റൂമിൽ പോവാം. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. നിങ്ങൾക്കിതൊക്കെ കാണിച്ചു തരാൻ ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. ഓക്കെ ബൈ, നാളെ കാണാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ നൈറ്റ് വൈബ് കാണാം. കർട്ടൻ ഇങ്ങനെ മാറ്റി ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ നമുക്ക്. ഇന്നത്തെ വീഡിയോ ഒരുപാട് ലോങ് ആക്കണ്ടെന്ന് കരുതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ബാക്കി ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നൈസ് വീഡിയോ ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേ. ടേക്ക് കെയർ, ബൈ.